ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. 8ൻ്റെ പണി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ സുംബയ്ക്ക് ഞാൻ പോയിരുന്നല്ലോ, ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ പഠിച്ചൊരു തിരുവാതിരക്കളി ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഇന്ന് പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കളിക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു ചേച്ചിക്ക് ഇന്ന് അവരെ ഗ്രൂപ്പിൽ നിന്ന് ഒരു ചേച്ചിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് വരാൻ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്താവും എങ്ങനെയെന്ന് അറിയില്ല, തീരെ പ്രാക്ടീസ് ഒന്നും ഇല്ല. അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം. ഞങ്ങളിവിടെ അടുത്തുള്ളൊരു ആൻറ്റിയുടെ വീട്ടിലാണ്, നമ്മൾ ഷീല ആൻറ്റിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഡ്രസ്സിങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഞാനവിടെ ചെല്ലുമ്പോൾ എല്ലാവരും മൈലാഞ്ചി ഇതാണ് തിരക്കിലായിരുന്നു. 4:30ക്കാണ് പെർഫോമൻസ്. അപ്പോൾ ഞങ്ങൾ 10 പേരാണ് ഈ ഡാൻസിനുള്ളത് കേട്ടോ, തിരുവാതിരയ്ക്കുള്ളത്. എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെയാണ് അമ്മയുടെ കോൾ വരുന്നത്. മോളെ ഇങ്ങനെയാണ് സംഭവം, ഒരു ചേച്ചിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് നീ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ വരുന്നില്ല, കാരണം ഞാൻ ഒട്ടും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ എന്നും പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്, ഞാൻ ഒട്ടും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതന്നെ ഫ്രണ്ടിലാണ് എൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കളിയും കൂടി തെറ്റെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അമ്മ പറയുന്നത് തെറ്റിയാലും കുഴപ്പമില്ല, നീ ഒരാളായിട്ട് നിൽക്ക്, നീ പഠിച്ചിട്ടുള്ളതല്ലേ, ആദ്യമേ നമ്മളൊരു ഒരു സ്റ്റേജിൽ കളിച്ചതല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല, എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് മൈലാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം മറ്റുള്ളവരുടെ കളിയും കൂടിയും പ്രശ്നമാവരുത് എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ. ബാക്കിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കായിരുന്നു, പക്ഷേ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് ഫിയറൊക്കെ മാറിയിട്ടുണ്ട്, എന്നാലും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രേപ്പിസ്റ്റ് ബൗര ചേച്ചിട്ടാണ്. ഡ്രേപ്പിസ്റ്റ് ഒന്നല്ല, ആളൊരു ടീച്ചറാണ്, പക്ഷേ പാഷൻ ഇതായി പോയി. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമായി. നമ്മുടെ അടുത്ത് തന്നെ ഒരു സാരി ഡ്രേപ്പിസ്റ്റ് ഉണ്ടാവുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടീഷ്യൻ കൂടി പഠിച്ചാൽ സെറ്റായി എന്നുള്ള ഒരു ടോക്കാണ് ഇപ്പോൾ എല്ലാവർക്കും. അങ്ങനെ സുന്ദരി മണികളാക്കി നിർത്തിയിട്ടുണ്ട്, എല്ലാവരെയും നല്ല അസലായി ഒടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആൾ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ചേച്ചിയുടെ, അതായത് എൻ്റെ നാത്തൂൻ്റെ കോള് വരുന്നത്. യുദ്ധം നടക്കുന്ന കോളായിരുന്നത്. അപ്പോൾ അതും ഈ ടെൻഷൻ്റെ കൂടെ അത് അതിൻ്റെ അപ്പുറത്തെ ടെൻഷനായി മാറി. ചേച്ചിക്ക് അറിയില്ല ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയിരിക്കുക എന്നുള്ളതൊന്നും അറിയില്ല ആൾക്ക്. അപ്പോൾ അങ്ങനെ ടെൻഷനായി. ഞാനൊരു കംപ്ലീറ്റ് വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ ഞാൻ അതോടുകൂടി പോയി. എന്നാലും എനിക്ക് പറ്റിയതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ സെറ്റ് കൊണ്ട് എടുത്തത് വരെ ഞാൻ അറിഞ്ഞില്ല, എൻ്റെ മുല്ലപ്പൂ വെച്ച് ഞാൻ അറിഞ്ഞില്ല. ആ സമയം ഇങ്ങനെ പല ചിന്തകളായിരുന്നു, അതുകൊണ്ട് തന്നെ ബ്ലൗസ് ഇട്ടത് ഓർമ്മയുണ്ട്, പക്ഷേ സെറ്റ് കൊണ്ട് എടുത്തതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒന്നാമത് ടെൻഷനായപ്പോൾ പിന്നെ ആ ഒരു ഇതേ പോയി. കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അതൊന്നും സാധിച്ചില്ല. അപ്പോൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോയത്. അപ്പോൾ അമ്പലത്തിൻ്റെ പേര് മടത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രം എന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലം. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളോട് പറഞ്ഞ ടൈം 4:30ആണ്. അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ തന്നെ കറക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 5:30-5:45 നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളപ്പോൾ ആ സമയം കൊണ്ട് അമ്പലത്തിലേക്ക് കയറി നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവിടെ പോയിരുന്നത്. അപ്പോഴേക്കും അവിടെ ആൾക്കാരൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് പുറത്തൂരിൻ്റെ തിരുവാതിരക്കളി ആസ്വദിക്കാം. ഞങ്ങളപ്പോൾ സ്റ്റേജിൽ കയറണം കേട്ടോ. ടെൻഷനായിട്ട് പാടുണ്ടായിരുന്നില്ല, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുത്തു. അപ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്, എന്നാലും കളിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു സമാധാനം. പക്ഷേ ഉള്ളിൽ തീയാണ്. എന്നാലും അങ്ങനെ ഒരുവിധം കളിച്ച് വന്നു. വീട്ടിലെത്തിയിട്ട് ഏട്ടനെ വിളിച്ചപ്പോൾ കണ്ട് സംസാരിച്ചപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അപ്പോൾ എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.